ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫോർത്ത് സം സോഷ്യോളജിക്കാരുടെ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ 6ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ്, അതായത് ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സ്, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലുള്ള നോട്ട്സ് ഉണ്ട്. നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വേണമെങ്കിൽ ഇത് ലാസ്റ്റ് അല്ലെങ്കിൽ ഇതിലും നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാം. പല സബ്ജക്റ്റുകളുടെ നോട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ അസൈൻമെൻറ്റ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡായിട്ട് തന്നെ അത് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വരുവാണെങ്കിൽ ഡീറ്റെയിൽസ് പറയും. ഇതിലെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് 6ാമത്തെ ബ്ലോക്കിൽ 2ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ആണ്. ഇത് കുറച്ചധികം ഉണ്ട്. ഈ യൂണിറ്റ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് പറഞ്ഞല്ലോ, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആണ് അതിൻ്റെ ടൈപ്സും നേച്ചറുമാണ് അതിൽ വരുന്നത്. അതായത് സാമൂഹിക പ്രസ്ഥാനങ്ങളും അതിൻ്റെ വിവിധ തരങ്ങളും പ്രകൃതവുമാണ് വരുന്നത്. അപ്പോൾ അതിലാദ്യം വരുന്നത് റോൾ ഓഫ് അംബേദ്കർ ഇൻ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദളിറ്റ്സ് ആണ്. റോൾ ഓഫ് അംബേദ്കർ ഇൻ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദളിറ്റ്സ്, ദളിതരുടെ ഉന്നമനത്തിൽ അംബേദ്കറുടെ പങ്ക് എന്താണ്? അതായത് ഇന്ത്യൻ സാമൂഹിക ഘടനയിൽ ദളിതർ വർഷങ്ങളോളം അതൃപ്തരായിട്ട് തരം താഴ്ത്തപ്പെട്ടവരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതിനെതിരെയുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ ദളിതരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കണ്ടമാനം പൊരുതിയിട്ടുള്ള ഒരു ദേശീയ നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ ആദ്യം ദളിതരെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിച്ചു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ അവകാശമാണ്, അത് അട്ടിമറിക്കാൻ പാടില്ല എന്നാണ്. അതായത് അത് ആർക്കെങ്കിലും പ്രത്യേക വിഭാഗത്തിനായിട്ട് മാത്രം നീക്കി വെക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂള്, കോളേജ് തുടങ്ങിയവരൊക്കെ ദളിതർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി ശക്തമായ വാദപ്രതിവാദങ്ങൾ അദ്ദേഹം നടത്തി. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ രചയിതാവായ അദ്ദേഹം ദളിതർക്കും പിന്നോക്ക വർഗ്ഗങ്ങൾക്കും സംവരണം, തുല്യാവകാശം, മതസ്വാതന്ത്ര്യം തുടങ്ങിയവയൊക്കെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ ഉറപ്പാക്കണമെന്നുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 17 പറയുന്ന അനുസരിച്ച് ഇത്തരത്തിലുള്ള അപ്രാപ്യതകൾ, അതായത് അവർക്ക് കിട്ടാതെ പോകുന്ന വ്യവസ്ഥകളൊക്കെ അദ്ദേഹം നിരോധിച്ചു. അതുപോലെ ഹിന്ദു സമൂഹത്തിൽ ദളിതർക്കെതിരെ വർഗീയതയും ബഹിഷ്കരണവും അദ്ദേഹം തുറന്നു കാട്ടി. അതിൽ ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന പേരിൽ ഒരു പ്രസ്ഥാനവും, അതുപോലെ ഇക്വാലിറ്റി ലീഗ് എന്ന ഒരു സംഘടനയും അതൊക്കെ അദ്ദേഹം ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ ഇൻഡിപെൻഡൻസ്ഡ് ലേബർ പാർട്ടി എന്നൊരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള വേദികളായിരുന്നു. അപ്പോൾ അംബേദ്കറിൻ്റെ പ്രവർത്തനങ്ങളിൽ ദളിതർക്ക് ആത്മവിശ്വാസം നൽകുകയും അവർക്ക് തങ്ങളുടെ കൂടെ ആളുകളുണ്ട്, പൊരുതിയാൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് നൽകുന്നതിനും സഹായിച്ചു അതാണ് കേട്ടോ. ഇനി മറ്റൊന്ന് വരുന്നത്, നമുക്കിതിൽ എക്സ്പ്ലെയിൻ ദളിത് മൂവ്മെൻറ്റ്സ് ആണ്. ഇന്ത്യയിലെ ദളിത് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ദളിത് പ്രസ്ഥാനം അല്ലെങ്കിൽ ദളിത് എന്ന പദം അർത്ഥമാക്കുന്നത് തരം താഴ്ത്തപ്പെട്ടവർ എന്നാണ്, അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവർ എന്നുള്ളതാണ്. ഇന്ത്യയിലെ തൊട്ടുകൂടായ്മയുടെ ദുരിതങ്ങൾ അനുഭവിച്ച വലിയൊരു വിഭാഗം മനുഷ്യരെയാണ് അത് സൂചിപ്പിക്കുന്നത്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയമായിട്ട് പുറന്തള്ളപ്പെട്ട ദളിതർ അവരുടെ അവകാശബോധം ഉണർത്തുന്ന പല പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേതൊക്കെയാണ് രണ്ട് പ്രധാനപ്പെട്ട ദളിത് പ്രസ്ഥാനങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. 1ാം ഘട്ടത്തിൽ ജ്യോതിബ ഫുലെയും സവർക്കർ, നാരായണ ഗുരു മുതലായവർ ദളിതർക്ക് അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ ആത്മബോധം എന്നിവ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഈ ഘട്ടം സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2ാം ഘട്ടത്തിൽ അംബേദ്കറിൻ്റെ ഘട്ടമായിരുന്നു. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആ സംഭവങ്ങളൊക്കെ വീണ്ടും വെച്ചിട്ടൊന്ന് എഴുതാം. ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് എഴുതാം കേട്ടോ. 1970 മുതൽ 1980 വരെയുള്ള ദളിത് പാന്തേഴ്സ് കാലഘട്ടമാണ്. അതിന് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു ഘട്ടം. ദളിത് പാന്തേഴ്സ് കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ദളിതരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ഒരു പ്രസ്ഥാനമാണത്. ഇനി ദളിത് പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾക്കും പാർലമെൻറ്റിനും ദളിതർ അവർ പരിഗണിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദളിത് സാഹിത്യം, ബഹുജൻ സംസ്കാരം തുടങ്ങിയ പുതിയ വ്യാഖ്യാനങ്ങളിലേക്കത് വഴി തുറന്നു. ഇനി നമുക്ക് പെസൻ്റ് മൂവ്മെൻറ്റ്സ് ആണ്. പെസൻ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കർഷക പ്രസ്ഥാനങ്ങൾ. ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രധാന കർഷക പ്രസ്ഥാനങ്ങൾ. കർഷക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാം, പ്രധാനമായിട്ട് ഒരുപാട് കർഷക പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ഭൂമിയോടും കൃഷിയോടും ചേർന്നുള്ള ഭാരതീയ സമുദായത്തിൻ്റെ അതിമനോഹരമായ പക്ഷമാണ് കർഷകരെന്ന് പറയുന്നത്.
എന്നാൽ ഔപചാരികതയില്ലാത്ത കടം, അതുപോലെ സമൂഹത്തിൻ്റെ അസമത്വം, വിലക്കുറവ്, അടിയന്തരമായിട്ടുള്ള നികുതികൾ, സാമൂഹിക അവഗണന എന്നിവയുടെ ഒക്കെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഇടനിലക്കാരിൽ നിന്നുള്ള ചൂഷണം, ജമീന്ദാർമാരിൽ നിന്നുള്ള ചൂഷണം, അതിനൊക്കെ അടിമപ്പെട്ട് സമരത്തിലേക്ക് നീങ്ങിയ ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ കർഷകർ. ഈ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും വേണ്ടി നൽകിയ പേരാണെന്ത്? കർഷക പ്രസ്ഥാനങ്ങൾ. ഈ കർഷക പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഭൂസ്വത്ത് നിയന്ത്രണത്തിൽ എന്താ പറയുക, അനീതികൾക്ക് എതിരെ പോരാടുക. ഒരുപാട് അനീതികളുണ്ട്, അതിനെതിരെ പോരാടുക. അതായത് കൃഷിക്ക് തുല്യമായ വില ഉറപ്പാക്കൽ, കടബാധ്യത കുറയ്ക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. നികുതി കുറയ്ക്കുക എന്നുള്ളതൊക്കെ, കർഷകർക്ക് സാമൂഹിക വിമുക്തിയും രാഷ്ട്രീയ അവകാശങ്ങളും ഉറപ്പാക്കുക. ഇനി നമ്മൾ പറയട്ടെ, കർഷക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ നമ്മളോട്. ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ബീഹാറിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക പ്രക്ഷോഭമാണ്. അതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വിജയിച്ചു. രണ്ടാമത്തത് തെലങ്കാന കർഷക പ്രസ്ഥാനമാണ്. 1946-51 കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെ നായർ കടുംബകളുടെയും അതുപോലെ അവരുടെ രീതികളോടുള്ള അവഗണനയ്ക്കെതിരെ നടത്തിയ കർഷക പ്രക്ഷോഭങ്ങളാണ്. പിന്നെ നക്സലൈറ്റ് പ്രസ്ഥാനമാണ്. 1967 പശ്ചിമ ബംഗാളിലെ നക്സൽബാരി മേഖലയിൽ നടന്ന സമരത്തെയാണ് ചാരു മജുംദാർ, അതുപോലെ കനു സന്യാലാൽ എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ. ഇവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രസ്ഥാനം. പിന്നെ പഞ്ചാബ് കിസാൻ പ്രസ്ഥാനം മറ്റൊന്ന്. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ കർഷക പോളിസികൾക്ക് എതിരായിക്കൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണിത്. ഇങ്ങനെ ഭാരതീയ കിസാൻ യൂണിയൻ BKU 1980കളിൽ മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് സ്ഥാപിച്ച ഈ പ്രക്ഷോഭം കർഷകരുടെ രാഷ്ട്രീയ ആവശ്യങ്ങളെ ഉയർത്തി കാണിച്ച ഒന്നാണ്. പിന്നെ 2020-21 കർഷക പ്രക്ഷോഭങ്ങൾ, അതിന് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഒന്നിച്ചാണ് നമ്മളിപ്പോൾ അടുത്ത് കണ്ടിട്ടുള്ളത്. അതിന് കാരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കർഷക നയങ്ങളാണ്. പ്രത്യക്ഷത പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, കേരളം എന്നിവിടങ്ങളിലാണ് ഈ കർഷകർ ഈ പ്രദേശങ്ങളിലൊക്കെ നിന്നുള്ള കർഷകർ എന്ത് ചെയ്ത് അവരുടെ MSP ഉറപ്പാക്കണമെന്നും കച്ചവടത്തിനുള്ള സ്വകാര്യവൽക്കരണം ഒഴിവാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ സർക്കാർ നിയമങ്ങൾ, അവരുണ്ടാക്കിയ നിയമങ്ങൾ പിൻവലിച്ചു. ഇനി പ്രക്ഷോഭങ്ങളുടെ പ്രധാന സ്വാധീനം എന്താണ്? കർഷക പ്രസ്ഥാനങ്ങളെ ഗ്രാമഭാരതത്തിൻ്റെ സാമൂഹിക ശാസ്ത്രം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. പിന്നെ ഭൂപരിഷ്കരണം, കാർഷിക പോളിസിയുടെ പുനരാലോചന, കാർഷിക ജീവിതത്തിനുള്ള ബഹുമാനം തുടങ്ങിയവക്കത് വഴിവെച്ചു. ഇത്രയാണ് കർഷക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ തെലങ്കാന മൂവ്മെൻറ്റ്. തെലങ്കാന പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ചാണ് നമ്മളോട് ചോദിക്കുക. 1946 മുതൽ 1951 വരെ ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് സംസ്ഥാനത്ത് നടന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക ജനകീയ സമരങ്ങളിൽ ഒന്നാണ് തെലങ്കാന പ്രസ്ഥാനം. ഭൂപ്രതിഷേധമായിരുന്നെങ്കിലും പിന്നീട് അതെന്തായി മാറി? സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ കൂടി അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്, എങ്ങനെയാണ് പ്രസ്ഥാനം വേണ്ടത്? പ്രസ്ഥാനത്തിൻ്റെ സാമൂഹിക വശം എന്താ നോക്കാം. ഫ്യൂഡൽ സമ്പ്രദായത്തിനെതിരെ കർഷകർ കൊണ്ടതായിരുന്നതിൻ്റെ പ്രധാനം. ജമീന്ദാർമാരും ദേശപ്രമുഖരും വിതരണക്കാരുമായിരുന്നു ഗ്രാമീണ പ്രഭുക്കൾ. ഇവരുടെ അല്ലെങ്കിൽ അത്തരക്കാരോടുള്ള കർഷകരുടെ സാമൂഹിക ഉണർവിനിത് ഇടയാക്കി. അതുപോലെ സ്ത്രീകളും ആദിവാസികളും ഇതിൽ സമരത്തിൽ പങ്കാളികളായി. സാമൂഹിക ചേരുവയിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്കിത് തുടക്കം കുറിച്ചു. തൊട്ടുകൂടായ്മയും ഭൂവ്യാപനവും ഉയർന്ന വർഗ സംരക്ഷണവും ഒക്കെ അതിൽ ഉയർത്തി കാണിച്ചു. ഇനി അതിൻ്റെ രാഷ്ട്രീയ വശം ചോദിച്ചാലോ, തെലങ്കാന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന പ്രസ്ഥാനത്തിനൊരു രാഷ്ട്രീയ രൂപം നൽകി. പിന്നെ മൗലിക അവകാശങ്ങൾ, ജനാധിപത്യ സംരക്ഷണം, പ്രതിഷ്ഠിത വ്യവസ്ഥയുടെ പുനഃസംഘടന തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാട്ടം നടന്നത്. പ്രസ്ഥാനം സായുധ വിപ്ലവത്തിൻ്റെ മുഖം ഏറ്റെടുത്തു. എന്ന് വെച്ചാൽ ആയുധമേന്തിയുള്ള പ്രക്ഷോഭം ആരംഭിച്ചു. പിന്നെ സാമ്പത്തിക വശം എടുത്താൽ തെലങ്കാന മേഖലയുടെ ഭൂവ്യവസ്ഥ അല്ലെങ്കിൽ ഭൂവ്യവസ്ഥിതി അനീതി നിറഞ്ഞതായിരുന്നു. കർഷകർ വലിയ ദരിദ്രത്തിലായി. അതുപോലെ ജമീന്ദാർമാർ വലിയ നിലകളിൽ ഭൂമി കൈവശം വെച്ചതും കടബാധ്യതയുമെല്ലാം അതിൻ്റെ ഫലമായിട്ട് അതിനെതിരെയായിട്ടാണ് അവർ പ്രക്ഷോഭം നടത്തിയത്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഭൂവിതരണ നയത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് കേട്ടോ. കർഷകർക്കായുള്ള വാസഭൂമി ഉൽപ്പന്ന വില ഉറപ്പ്, അതുപോലെ കൃഷിക്ക് അധികാരം എന്നിവ ആർക്ക് കൊടുക്കുക? കർഷകർക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു. അതിൻ്റെ സാംസ്കാരിക വശം നോക്കിയാലോ, ജനകീയ കലാരൂപങ്ങൾ, ഗാനം, നാടകം, നാടോടി സാഹിത്യം എന്നിവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഗ്രാമീണ ജനതയുടെ അതിദാരിദ്ര്യവും പ്രതിരോധ ശക്തിയും പ്രസ്ഥാനങ്ങളുടെ കലാരൂപങ്ങളിൽ പ്രതിഫലിച്ച് കണ്ടിരുന്നു. ഇനി അതിൻ്റെ സായുധ വശം നോക്കിയാലോ, തെലങ്കാന പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സായുധ കർഷക പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. ഇത്രയാണ് ഇതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇന്ത്യയിലെ വിമൻസ് മൂവ്മെൻറ്റ്സാണ്.
സ്ത്രീ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്. ഇന്ത്യയിലെ സ്ത്രീകളുടെ ചരിത്രം, വേർതിരിവുകളും സാമൂഹ്യ താല്പര്യങ്ങളും, അതായത് പിന്നാക്ക വിഭാഗങ്ങൾ എന്തെല്ലാം അനുഭവിക്കുന്നോ അതേ അനുഭവങ്ങളൊക്കെ ഏറെക്കുറെ ആരും അനുഭവിച്ചിരുന്നു, സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു. സ്ത്രീ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ: ഒന്ന്, ലൈംഗിക തുല്യത, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ അവകാശങ്ങൾ എന്നിവ നേടിയെടുക്കുക. പിന്നെ സ്ത്രീവിരുദ്ധ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുക. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ നിയമരേഖകൾ ഭേദഗതികൾ വരുത്തുക. പിന്നെ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ഉറപ്പാക്കുക. ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. ഇനി യുണൈറ്റഡ് വിമൻസ് ആൻറ്റി പ്രൈസ് റൈസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു. അതുപോലെ തന്നെ നവനിർമ്മാണ ആന്തോളൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിലവിൽ വന്നു. പിന്നെ വിരുദ്ധ പ്രസ്ഥാനം സ്ത്രീകളുടെ പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ സേവ ICWA എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം. അങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ. അതിൻ്റെ സ്വാധീനം എന്താണെന്ന് വെച്ചാൽ വനിതാ അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ, സംവരണ അവകാശങ്ങൾ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെ സുരക്ഷ, സ്ത്രീകളുടെ സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇടവരുത്തി, അവരുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ഇതൊക്കെയാണ് അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ. ഇനി എത്നിക് മൂവ്മെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വംശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. വംശീയ പ്രസ്ഥാനങ്ങളുടെ ഉദ്ദേശങ്ങൾ: ജനമൈത്രി അവകാശങ്ങൾ ഉറപ്പാക്കലാണ്, സംസ്കാരപരമായ സങ്കേതങ്ങൾ സംരക്ഷിക്കുക, പാരമ്പര്യ ഭൂമി, തൊഴിൽ, രാഷ്ട്രീയ അധികാരം എന്നിവ സംരക്ഷിക്കുക, കേന്ദ്രഭരണത്തെയും മേലാധികാരികളെയും എതിർത്ത് സ്വയംഭരണ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന പോരാട്ടം നടത്തുക. ഇതൊക്കെയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി പ്രധാനപ്പെട്ട വംശീയ പ്രസ്ഥാനങ്ങൾ: ഒന്ന്, നാഗാ പ്രസ്ഥാനമാണ്. നാഗാലാൻഡ്, മണിപ്പൂർ, അസം, അതുപോലെ അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ NNC എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന നാഗാ കുന്നുകളിലെ നാഗന്മാർക്ക് സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ, അതായത് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒരു വിഭാഗമായിട്ട് നടത്തിയ പ്രക്ഷോഭമാണ്. പിന്നെ ബോഡോ പ്രസ്ഥാനമാണ്. ബോഡോ ലിബറേഷൻ, ABSU തുടങ്ങിയവരുടെ നേതൃത്വത്തിലെ ബോഡോലാൻഡ് എന്ന സ്വതന്ത്ര സംസ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചതാണ്. പിന്നെ ഗൂർഖാലാൻഡ് പ്രസ്ഥാനം, ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്, ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ നേതാക്കന്മാരുടെ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നേപ്പാളി വംശജർക്ക് വേണ്ടിയുള്ളൊരു സ്വതന്ത്ര സംസ്ഥാനത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭമാണ് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. പിന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച, സാന്താൾ മുണ്ട, ആരോൺ ഗോത്രങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വേറെയും ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മിസോ പ്രസ്ഥാനം. മിസോറാമിലെ മിസോ നാഷണൽ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് കീഴിൽ നടത്തിയ മിസോറാമിന് മോചനം കിട്ടാൻ വേണ്ടി നടത്തിയ, അതായത് ഇന്ത്യയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ. പിന്നെ ആന്ധ്രാപ്രദേശിലെ ലംബാഡി, ബഞ്ചാര സമുദായങ്ങൾ നടത്തിയ ഗോത്ര കലാപങ്ങളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എത്നിക് മൂവ്മെൻറ്റ്സ്. ഇനി ഷഹാദ മൂവ്മെൻറ്റ്. ഷഹാദ മൂവ്മെൻറ്റ് പറയുമ്പോൾ അത് പ്രത്യേകം ചോദിക്കും, എന്താണ് റൈറ്റ് എ നോട്ട് ഓൺ ഷഹാദ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറ്. ഈ ഷഹാദ പ്രസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നൂർബാർ ജില്ലയിലെ ആദിവാസി സമൂഹങ്ങളിലെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു സാമൂഹിക, ആത്മീയ, സാംസ്കാരിക പ്രസ്ഥാനമാണ്. 1945 ആരംഭിച്ച ഈ പ്രസ്ഥാനം ആദിവാസി സമൂഹത്തിൻ്റെ ഉണർവ്, വിദ്യാഭ്യാസം, സാമൂഹിക നയം എന്നിവയിൽ ദൈർഘ്യമേറിയ ഒരു സ്വാധീനം തന്നെ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഇവരുടെ നേതാവ് മങ്കുറ ഹാർവാർ ആയിരുന്നു. ആരുടെ? ഷഹാദ പ്രസ്ഥാനത്തിൻ്റെ. പിന്നീട് അംബേദ്കർ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു വരികയും സാമൂഹിക നീതിയിലേക്ക് പ്രസ്ഥാനം തിരിച്ചു വരികയും ചെയ്തു. ഗോത്രസമൂഹം നേരിടുന്ന അടിമത്വത്തിൽ നിന്നുള്ള മോചനം, ഭൂമി, വിദ്യാഭ്യാസം, സംവരണാവകാശം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെയാണ് അതിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ആദിവാസികൾക്കെതിരായ അല്ലെങ്കിൽ ആദിവാസികളുടെ ശോഷണങ്ങൾക്കെതിരായ പ്രക്ഷോഭമായിരുന്നു. ദളിത് ഗോത്രത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമായിരുന്നു. വിദ്യാഭ്യാസം, സാമൂഹിക ജാഗ്രത, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ആദിവാസികൾക്ക് സാമൂഹിക സ്വയംബോധം ഉണ്ടായി എന്നറിയാം. മറ്റൊന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറാനുള്ളൊരു ശ്രമം അവർ നടത്തി. പിന്നെ കൃഷിയിടം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ളൊരു അവബോധം അവരിൽ രൂപപ്പെട്ടു. ഇതൊക്കെയാണ് ഷഹാദ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദിവാസികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയൊരു പ്രക്ഷോഭമായതുകൊണ്ടായിരിക്കാം അതെപ്പോഴും വേറിട്ട് ചോദിക്കാറുണ്ട്. ആദിവാസി പ്രക്ഷോഭങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിലല്ലാതെ ഷഹാദ പ്രസ്ഥാനം മാത്രമായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നുകൂടി പഠിക്കുക. അപ്പോൾ ആ ഒരു ബുക്ക് സൊസൈറ്റി ഇൻ ഇന്ത്യ കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ്.